ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയം നോക്കാം അല്ലേ? രാഷ്ട്രീയം ചർച്ച ചെയ്യാലോ. കാരണം ആരോഗ്യ മേഖലയായിട്ട് സ്വല്പം രാഷ്ട്രീയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനില്ലെന്ന് കെ ബാബു MLA പ്രഖ്യാപനത്തോടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. പിൻഗാമിയെ പ്രഖ്യാപിക്കാതെ കെ ബാബു പിന്മാറുമ്പോൾ ഗ്രൂപ്പ് ഭിന്നതകൾക്കിടയിൽ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയാകും. അതേസമയം ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇവരുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഇന്നലെയാണ് വാർത്താസമ്മേളനത്തിൽ കെ ബാബു ഇനി മത്സരിക്കാനില്ല, വ്യക്തിപരമായ കാരണങ്ങളാണ്, ആരോഗ്യപരമായ കാരണങ്ങളാണെന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ തന്നെ തമ്മിലടി, കസേരക്കളി തുടർന്നു കഴിഞ്ഞു. അടി കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിലല്ലേ? തീർച്ചയായിട്ടും കെ ബാബു ഇത്തരത്തിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായും പാർട്ടിയിലുള്ള തൻ്റെ സ്വാധീനം അത് ഉപേക്ഷിക്കാനോ മണ്ഡലത്തിലുള്ള തൻ്റെ മേധാവിത്വം ഉപേക്ഷിക്കാനോ കെ ബാബു തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താനൊരു പിൻഗാമിയെ നിശ്ചയിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാതെയാണ് പിൻവാങ്ങുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ ബാബു പറഞ്ഞുവെങ്കിലും പക്ഷേ സീറ്റ് തനിക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് തന്നെ നൽകണം, അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കപ്പെടുന്ന ആളുകൾക്ക് തന്നെ നൽകണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കെ ബാബു ഉറച്ചു നിൽക്കുന്നത്. ആ ഘട്ടത്തിലാണ് നമുക്കറിയാം VD സതീശൻ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് ഇത്തരത്തിലുള്ള സീറ്റുകൾ, തൃപ്പൂണിത്തുറ പോലുള്ള സീറ്റുകളിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്ന, ജയിക്കുമെന്ന് കരുതുന്ന സീറ്റുകളിൽ തങ്ങളുടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വേണമെന്നുള്ളൊരു ആവശ്യം VD സതീശനുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ ഒരു രാജു P. നായരുടെ ഒരു പേര് അവിടെ തൃപ്പൂണിത്തുറയിൽ ഉയർന്നു വരുന്നത്. പക്ഷേ രാജു P. നായരെ അംഗീകരിക്കാൻ കെ ബാബുവും കൂട്ടർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പേരാണ് കെ ബാബു മുന്നോട്ട് വെക്കുന്നത്, രഹസ്യമായിട്ടെങ്കിലും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ രമേശ് പിഷാരടി അടക്കമുള്ളവരുടെ പേരുകൾ ആ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പറയേണ്ടത് തൃപ്പൂണിത്തുറയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ മാറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു. BJP അവിടെ സർക്കാർ രൂപീകരിക്കുന്നത്, BJP അവിടെ ഭരണസമിതി രൂപീകരിക്കുന്ന രീതിയിലേക്ക് തൃപ്പൂണിത്തുറ നഗരസഭയിൽ സാഹചര്യങ്ങൾ വഴിമാറിയിരുന്നു. ഒപ്പം തന്നെ സമീപത്തെ മറ്റ് ഈ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലും തൃപ്പൂണിത്തുറ നഗരസഭ ഉൾപ്പെടുന്ന നഗരസഭയ്ക്ക് പുറമേയുള്ള മറ്റ് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റിടങ്ങളിൽ BJPയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഉൾപ്പെടുന്ന ചില തൃപ്പൂണിത്തുറ നിയമസഭ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊച്ചി കോർപ്പറേഷനിലെ ചില ഡിവിഷനുകളിലും BJPക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഇതുകൊണ്ട് തന്നെ ആകെ തുകയായി BJPക്ക് ഒരു വലിയ രീതിയിലുള്ള ക്ലാസ് മണ്ഡലം എന്നുള്ള തലത്തിലേക്ക് തൃപ്പൂണിത്തുറ ഉയർന്നിട്ടുണ്ട്. അവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാന നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃപ്പൂണിത്തുറ സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രകടനം നടത്തുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. മാത്രമല്ല അതേസമയം തന്നെ CPMൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയും സ്ഥാനാർത്ഥിത്വത്തിൽ ഉരുത്തിരിയുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം M. സ്വരാജ് അടക്കമുള്ളവരാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകൾ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്തിരുന്നു അവിടെ. മാത്രമല്ല അതിനുശേഷം സ്വരാജ് മത്സരിക്കാനായി എത്തിയപ്പോഴെല്ലാം, പലയിടങ്ങളിൽ മത്സരിക്കാനായി എത്തിയപ്പോഴെല്ലാം ഈ അയ്യപ്പ ഭക്തരുടെ ചൂട് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും M. സ്വരാജിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വീണ്ടും സ്വരാജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തിനേത് സമാനമായിട്ടുള്ളൊരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിലുള്ള വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം തന്നെ ഇതുകൂടിയാകുമ്പോൾ തൃപ്പൂണിത്തുറ സീറ്റ് കൈവിടുമെന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷവും നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് BJPയുടെ സാധ്യതകൾ ഇവിടെ കൂടുതൽ വർദ്ധിക്കുന്നത്. കോൺഗ്രസിലെ തമ്മിലടിക്ക് ശേഷം ആരിലേക്ക് നറുക്കെത്തും എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. എന്നിരുന്നാൽ പോലും മണ്ഡലത്തിൽ കൂടുതൽ സജീവമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടെ അവസാനിക്കാതെ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം BJP NDA അവിടെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്കാണ് തൃപ്പൂണിത്തുറയിൽ NDA കടക്കുന്നത്. സുരേഷ്, അത് തന്നെയാണ്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട്, വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ UDFന് അത്രത്തോളം
എളുപ്പമല്ല ഇനിയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല പിഷാരടിയാണോ കോൺഗ്രസിലെ തമ്മിലടി അതിരൂക്ഷമാണ്. അല്ല, അവിടെയാണ് ഈ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ കെ ബാബു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുമ്പോഴും ആ പിടിവിട്ടിട്ടില്ല. കാരണം എനിക്ക് വഴങ്ങുന്ന സ്വാധീനമുള്ള ഒരാൾ തന്നെ. അവിടെയാണ് പിഷാരടിയുടെ പേര് കുറച്ചുകൂടി ബാബു തന്നെ ഉയർത്തി കാണിക്കുന്നത്, അല്ലേ? അതിലൂടെ BJPക്ക് സ്വാധീന മേഖലയാണ്. BJP വലിയ രീതിയിൽ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നത്.